രാവിലെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. വന്ദേ ഭാരത് നോക്കിയിരിക്കുവാണ്. കോഴിക്കോട് വരെ പോവുകയാണ്. എന്തിനാന്ന് കേട്ടാൽ ചിരിക്കരുത്, ഒരു ബിരിയാണി കഴിക്കാനുള്ള പോക്കാണ്. നമ്മുടെ വന്ദേ ഭാരത് ഇങ്ങനെ വരുന്നുണ്ട്. ഡോറ് തുറന്നു, ട്രെയിനിനുള്ളിൽ കയറി, നമ്മുടെ സീറ്റിൽ കയറി ഇരിപ്പായി. നല്ല സുഖമുള്ള യാത്രയായിരുന്നു. അതിൻ്റെ സന്തോഷമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടിക്കറ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫുഡൊക്കെ ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ ട്രെയിനിൽ തന്നെ അവർ വന്ന് ചോദിക്കും, അപ്പോൾ നമുക്ക് ഫുഡ് കിട്ടുകയും ചെയ്യും. എക്സിക്യൂട്ടീവ് കോച്ചിലെ സീറ്റുകൾ കുറച്ചുകൂടെ വലിപ്പമുള്ളതും അതുപോലെ അത് തിരിക്കാൻ പറ്റുന്നതുമാണ്. ഏത് സൈഡിലോട്ട് വേണമെങ്കിലും നമുക്ക് തിരിച്ച് യാത്ര ചെയ്യാൻ പറ്റും. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര അങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. കണ്ണിന് കുളിർമയുള്ള പുഴകളും പാടങ്ങളും മരങ്ങളും ഒക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ കോഴിക്കോട് എത്തിച്ചേരാറായിരിക്കുകയാണ്. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അതാ നമ്മളങ്ങനെ വിജയകരമായി കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. പാളയം റോഡിൽ കൂടെ പോകുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. വെങ്കലവും പിച്ചളയും പാത്രങ്ങളുടെ ഷോറൂമാണ് നിരനിരയായിട്ടുള്ളത്. നല്ല രസമാണ് അത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ. അതൊക്കെ നോക്കി ഇങ്ങനെ ഞങ്ങൾ ഹോട്ടലും റെസ്റ്റോറൻറ്റും ഒക്കെ തപ്പി കോഴിക്കോട് തെരുവുകളുടെ കാഴ്ചയും അതിൻ്റെ ഭംഗിയും ഒക്കെ ആസ്വദിച്ച് ഒടുവിൽ പാരഗൺ റെസ്റ്റോറൻറ്റിൽ എത്തിച്ചേർന്നു. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് തിരഞ്ഞ് പാരഗൺ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. 86 വർഷം പഴക്കമുള്ള ഈ പാരഗണിൽ ആണ് ഞങ്ങൾ കയറിയിരിക്കുന്നത്. പാരഗണിലെ വിഭവങ്ങൾ രുചിച്ചു നോക്കാൻ തയ്യാറായിട്ട് കൊതിച്ചിരിക്കുന്ന ആൾക്കാരെയാണ് ഈ കാണുന്നത്. കുക്കിനെയും കൂടെ മെഴുകാനുള്ള വിശപ്പിലാണ് ആൻറ്റിയുടെ ഇരിപ്പ്. ആദ്യം തന്നെ 100 പൊറോട്ടയിൽ തുടങ്ങി. ഇന്നത്തെ സ്പെഷ്യലായ ചെമ്മീൻ റോസ്റ്റും കൂന്തൽ ഫ്രൈയും എത്തിച്ചേർന്നിട്ടുണ്ട്. കൂന്തൽ ഫ്രൈ വന്നതേ ഫിനിഷായി. പിന്നെ ബിരിയാണിയിലോട്ടുള്ള ഒരു പിടിയായിരുന്നു. ഇതിനെല്ലാം ശേഷം നമുക്കൊരു ഡെസേർട്ട് കൊണ്ടിട്ടു. എന്ത് രസമായിരുന്നു! ടെൻഡർ കോക്കനട്ട് പുഡിംഗ് ആയിരുന്നു. എത്ര കഴിച്ചാലും മതി വരത്തില്ല. ഓർഡർ ചെയ്തൊരു 2-3 എണ്ണം. കഴിപ്പൊക്കെ കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങിയപ്പോൾ അവിടെ അതാ പൂരത്തിനുള്ള ആള് നിൽക്കും. നല്ല തിരക്കാണ്. നമ്മൾ നേരത്തെ എത്തിയത് കൊണ്ട് വലിയ തിരക്ക് കൂടാതെ അകത്ത് കയറി ഇരിക്കാൻ സാധിച്ചു. അകത്തുള്ള പോലെ പുറത്തും നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഒരു ടാക്സി എടുത്ത് കോഴിക്കോട് കറങ്ങാൻ ഇറങ്ങി. അവിടെ നിന്നും കോഴിക്കോട് ബീച്ചെല്ലാം കണ്ടതിന് ശേഷം വണ്ടിയിൽ കയറി കോഴിക്കോടിൻ്റെ പരിസര പ്രദേശങ്ങളെല്ലാം ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ നിന്നും വാസ്കോഡ് ഗാമ വന്നിറങ്ങിയ കപ്പാട് എന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു. വാസ്കോഡ് ഗാമയ്ക്ക് ശേഷം ആരിവിടെ കാലുകുത്തും എന്ന ചോദ്യത്തിന് ഇതാ ഉത്തരമായിരിക്കുകയാണ്. ഇനി ഇവിടെ ഒരുത്തനെയും കാല് കുത്തിക്കത്തില്ലട എന്ന ഒരു ലക്ഷണത്തോടെയാണ് ആൻറ്റിയുടെ നിൽപ്പ്. പിന്നെ കോഴിക്കോടൻ അലുവയുടെ കാര്യം പറയേണ്ടതില്ല. നല്ല സൂപ്പർ അലുവ, പല വെറൈറ്റി, എത്ര വേണമെങ്കിലും നമുക്ക് പലതരത്തിലുള്ള വറുത്ത ചിപ്സുകളും അതുകൊണ്ട് അലുവ ഇങ്ങനെ മുറിച്ചത് അടുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് സാമ്പിൾ എത്ര വേണമെങ്കിലും തരും. തിന്നു നോക്കി ഇഷ്ടപ്പെടുന്നത് മേടിച്ചാൽ മതി. കോഴിക്കോട് ബിരിയാണിയും കഴിച്ചിട്ട് തിരികെ പോകുന്ന തിരക്കിലാണ്. ഞങ്ങൾക്ക് കോഴിക്കോടൊക്കെ കാട്ടിത്തരാൻ കലാഭവൻ്റെ
രവീന്ദ്രൻ ചേട്ടൻ, കോഴിക്കോടിന്റെ എളിയ കലാകാരൻ. ഞങ്ങളുടെ അതുപോലെ പോവാൻ കയറാൻ നിൽക്കുന്ന ജോമോച്ചയൻ എന്ന് പറഞ്ഞ കലാകാരൻ, അമേരിക്കൻ സ്പോൺസേഴ്സ് ഇതിനകത്ത് കയറുവാണ്. ഇനി കയറിയിരുന്ന് സുഖമായിട്ടൊന്നും മയക്കും. ബിരിയാണിയുടെ ക്ഷീണമെല്ലാം ഈ മയക്കത്തിൽ അങ്ങ് മാറും. ഉറങ്ങി എണീറ്റപ്പോഴേക്കും അത് നമുക്ക് ഇറങ്ങേണ്ട സ്റ്റേഷനായിരിക്കുകയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, ചാടി ഇറങ്ങി. അപ്പോൾ ബിരിയാണി കഴിച്ച് വന്ദേ ഭാരതിനോട് ബൈ ബൈ പറഞ്ഞു പോവുകയാണ്. അങ്ങനെ ഒരു ബിരിയാണി കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ഗുഡ് ബൈ.